ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫ്ലേവേഴ്സ് ഓഫ് ആപ്രൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു KFC സ്റ്റൈൽ ഒരു ഫ്രൈഡ് ചിക്കൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നേരെ വീഡിയോയിൽ കാണാം. ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ചിക്കൻ്റെ ബ്രസ്റ്റ് ഒരുപാട് കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കത് കനം കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് 2 പീസാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. ഇനി നമുക്ക് ചെറിയൊരു ബ്രസ്റ്റ് പീസും കൂടി എടുത്തിട്ട് സെൻറ്റർ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ ചിക്കൻ ബർഗറൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബർഗർ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ ബർഗറിന് വേണ്ടിയിട്ട് തയ്യാറാക്കുക എന്നുള്ളത് കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ കനം കുറച്ചിട്ട് നമുക്ക് ചിക്കൻ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, 1 ടേബിൾ സ്പൂൺ പാപ്രിക്ക, 1/2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ, 1/4 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ്, അല്പം വിനെഗർ ഏകദേശം 1/2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് സാൾട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതിലോട്ട് പാപ്രിക്ക പൊടി ഇല്ലെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലെക്സോ അല്ലെങ്കിൽ എരിവിന് വേണ്ടിയിട്ട് അല്പം ചില്ലി പൗഡറോ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഒരു ബാറ്ററാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. നമ്മൾ ചിക്കൻ ഡിപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബാറ്ററാണ്. അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ, 120 ഗ്രാം മൈദ, അതേപോലെ 90 ml മിൽക്ക്. ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. ഇതേപോലെ മിൽക്കും എഗ്ഗും മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കുക. ഈ ഒരു തിക്നെസ്സിൽ നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇതേപോലെ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ചിക്കൻ്റെ ഔട്ടറിൽ നല്ലൊരു ക്രിസ്പ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതായത് ഒരു 250 ഗ്രാം മൈദ എടുക്കുക, അതിലോട്ട് 4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ സാൾട്ടും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മാവ് ടൈപ്പിലാവരുത്, നമ്മൾ പുട്ടിനൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ 2 കൈയും വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ മിക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മിക്സ് ഇങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ്റെ കോട്ടിൽ നല്ലൊരു ക്രിസ്പ്നെസ് കിട്ടും. അതേപോലെ തന്നെ ഒരു ഫ്ലാക്കി ടൈപ്പ് നമുക്ക് ചിക്കൻ്റെ പുറത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ഇതേപോലെ തയ്യാറാക്കിയെടുക്കുക. ഒരുപാട് മാവ് ആവരുത്, അല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ കോട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. 100 ഗ്രാം മൈദ ഞാൻ സെപ്പറേറ്റ് ഒരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. നേരത്തെ മാരിനേറ്റ് ചെയ്ത് ചിക്കനും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ബാറ്ററും. ഇനി ഏറ്റവും ടോപ്പിലായിട്ട് കോട്ടിങ് കൊടുക്കാനുള്ള ഒരു മിക്സ് നമ്മൾ മൈദയും കൊണ്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് 4ഉം കൂടി ഒരു സൈഡിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് കോട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുക്കുക, നേരെ നമ്മുടെ മൈദയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ എല്ലാ സൈഡിലുമായിട്ട് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക.
ഇതേപോലെ നമ്മുടെ മൈദയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ബാറ്ററിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മുടെ ചിക്കൻ ഒന്ന് ബാറ്ററിൽ ഡിപ്പ് ചെയ്യുക. ഒരുപാട് ബാറ്ററി നമ്മുടെ ചിക്കനിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഫൈനൽ കോട്ടിങ്ങിന് വേണ്ടി വെച്ച മിക്സിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ കോട്ടിങ് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഔട്ടറിലായിട്ട് നല്ലൊരു ഫ്ലാക്കി ടൈപ്പ് നമുക്ക് കിട്ടുന്നത്, അതേപോലെ ഒരു ക്രഞ്ചി ഫീൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കുടഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ചിക്കൻ കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കോട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുടഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കനിലെ ആ ഫ്ലാക്കിയൊക്കെ സെപ്പറേറ്റ് നമുക്ക് കാണാൻ പറ്റും. അത് കണ്ടോ, നമുക്കിതിൽ കാണാൻ കഴിയും. പിന്നെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾ ഓയിലിലാണ് ഞാൻ ഫ്രൈ ചെയ്യണത്. ഡീപ്പ് ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ ഒരു കടായി വെച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫയറിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കാവും, കാരണം നമ്മൾ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സെൻറ്റർ കനം കുറച്ച് കട്ട് ചെയ്തതാണ്. അത് കാരണം കൊണ്ട് ചിക്കൻ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ഈ ഒരു കളറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ കിട്ടിയിട്ടുണ്ട്. അതേപോലെ നല്ലൊരു ക്രിസ്പായിട്ട് തന്നെ നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും അതേപോലെ മയോണൈസൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ടൈപ്പിൽ തന്നെ നമുക്ക് ബർഗറും തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ബർഗർ തയ്യാറാക്കിയെടുക്കുക എന്നുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.